ഈ ദിനങ്ങളിലൊക്കെയും ദൈവകരുണയുടെ നൊവേനകൾ പങ്കെടുത്ത് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ധാരാളം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നാം പരിശുദ്ധ വചനത്തിലോട്ട് വരിക. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, 2 സാമുവേൽ 2-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് നിങ്ങളോട് ദയയും കരുണയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് കരുണാമയനാണ്. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ, ദയ കാണിക്കട്ടെ. കർത്താവിന്റെ വിശ്വസ്തത നിങ്ങളെ നയിക്കട്ടെ. കർത്താവിന്റെ കരുണയിൽ ആരെല്ലാം അഭയം പ്രാപിക്കുന്നുവോ അവരാരും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ആരെല്ലാം തന്റെ കരുണയിൽ ശരണപ്പെടുന്നുവോ അവരാരും നശിച്ചു പോവുക. അത് കുടുംബങ്ങളാകട്ടെ, തലമുറകളാകട്ടെ, ദേശങ്ങളാകട്ടെ, ഏത് ഗോത്രത്തിലും ഏത് ഭാഷയിൽപ്പെട്ട ജനപദങ്ങളാകട്ടെ, അവരാരും നശിച്ചു പോവുകയില്ല എന്ന് കർത്താവ് വാഗ്ദത്തം തന്നിരിക്കുകയാണ്. പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. അവൻ വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. വീണ്ടും 100-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ആത്മാവ് നമ്മോട് പറയുന്നു, കർത്താവ് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. 3 കാര്യങ്ങൾ ആത്മാവ് ഈ വചനത്തിൽ കാണിച്ചു തരിക. ഒന്ന്, കർത്താവ് നല്ലവനാണ്. ഗോഡ് ഈസ് ഗുഡ്. ഏത് സാഹചര്യത്തിലും, ഏത് നേരത്തും, ഏത് കാലത്തും നമ്മുടെ കർത്താവ് നല്ലവനാണ്. കർത്താവിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. നമുക്കാണ് മൂഡ് മാറ്റങ്ങൾ, ഓരോ സമയത്ത് ഓരോ മൂഡ്. കർത്താവിന് അങ്ങനെയല്ല സഹോദരങ്ങളെ. എല്ലാ കാലത്തും ഏത് നേരത്തും നമ്മുടെ കർത്താവ് നല്ലവനാണെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുക. രണ്ടാമത്, കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. ശാശ്വതമായ കാരുണ്യം ഒരു ദിവസത്തേക്കോ, ഒരാഴ്ചത്തേക്കോ, ഒരു മാസത്തേക്കോ, ഒരു വർഷത്തേക്കല്ല. ശാശ്വതമാണ് ദൈവത്തിന്റെ കരുണ. ശാശ്വതമായ ദൈവ കരുണയിൽ ആരെല്ലാം അഭയം പ്രാപിക്കുന്നുവോ, ആരെല്ലാം ശരണപ്പെടുന്നുവോ അവരാരും നശിച്ചു പോവില്ല, തകർന്നു പോവില്ല, നഷ്ടപ്പെട്ടു പോവില്ല. ഇത് കർത്താവിന്റെ പ്രോമിസാണ്. കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്ന, ഫോർ എവർ, അത് നീക്കും നിലനിൽക്കുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് വീണ്ടും ദൈവവചനത്തിൽ നിന്ന് ആത്മ പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2:11. ആ വചനം എല്ലാവരും ഒന്നിച്ച് ആനന്ദത്തോടെ വായിച്ചേ. കർത്താവ് ആർദ്ര ഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ആർദ്ര ഹൃദയനാണ്, കരുണാമയനായ ദൈവമാണ്. കഷ്ടതയുടെ ദിനങ്ങളിൽ, ക്ലേശകാലങ്ങളിൽ, സങ്കടങ്ങളിൽ, നമ്മുടെ കണ്ണുനീരുകളിൽ, നമ്മുടെ ദുരിതങ്ങളിൽ നമ്മിൽ നിന്നും മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. നമ്മുടെ രക്ഷയ്ക്കായി നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മളെ വിമോചിപ്പിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ നമ്മോടൊപ്പം കടന്നു വരുന്ന ദൈവം, നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവം, ആർദ്രഹൃദയൻ, കരുണാമയനായ ദൈവം. സഹോദരങ്ങളെ, ഇതെല്ലാം കർത്താവിന്റെ കാരുണ്യത്തെ വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ വചനങ്ങളാണ്. 100 കണക്കിന് വചനങ്ങൾ പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തെക്കുറിച്ച്, കർത്താവിന്റെ അനന്തമായ കരുണയെക്കുറിച്ചുള്ള അനേകം വചനങ്ങൾ പരിശുദ്ധ വചനത്തിലുണ്ട്. സഹോദരങ്ങളെ, അത്രമാത്രം പ്രാധാന്യതയുള്ള സന്ദേശവും വിഷയവുമാണ് ദൈവ കരുണ എന്ന് പറയുന്നത്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയുടെ കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന് എനിക്ക് നൽകുവാനുള്ള ഒടുവിലത്തെ സമ്മാനമാണ് എന്റെ കരുണ. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് മുൻപായി അനുതപിക്കുവാനും മാനസാന്തരപ്പെടുവാനും
ദൈവകരുണയിലേക്ക് നമ്മളെല്ലാം കടന്നു വരുവാനും പരിശുദ്ധ ത്രിത്വം നമുക്കൊരു സമയം അനുവദിച്ച് തന്നിരിക്കുക. ദൈവകരുണയുടെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. നമുക്കായി നൽകപ്പെടുന്ന ഒടുവിലത്തെ സമ്മാനമാണ് കർത്താവിന്റെ ശാശ്വതമായ കാരുണ്യം, അനന്തമായ കാരുണ്യം. ഇനി നമുക്കൊരു സമ്മാനം കിട്ടാനില്ല സഹോദരങ്ങളെ. ഇനി ദൈവനീതിയുടെ നാളുകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവ കരുണയുടെ പ്രാധാന്യം മനസ്സിലാക്കി, കർത്താവിന്റെ കരുണയിൽ അഭയം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ദൈവ കരുണയുടെ പ്രേക്ഷിതരായി, ദൈവ കരുണയുടെ ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കുവാനാണ് ഈ ശുശ്രൂഷ നമുക്കായി സ്വർഗം ഒരുക്കി തന്നിരിക്കുന്നത്. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. എന്റെ സഹോദരങ്ങളെ, എന്താണ് ദൈവ കരുണയുടെ സവിശേഷത? ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കരുണയുടെ സവിശേഷത, അതിന്റെ മഹത്വം എന്താണ്? എന്തിനാണ് ദൈവം നമ്മോട് ആ കാരുണ്യം കാണിച്ചിരിക്കുന്നത്? പൗലോസിനെ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമക്കാർക്ക് ലേഖനം 12:1 ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ദൈവത്തിന്റെ കാരുണ്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, ഇന്ന് ദൈവ കരുണ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണമേ. കർത്താവിന്റെ കരുണ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു നാളുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പലരും ദൈവ കരുണയെ വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം അതിനായി ആഗ്രഹിക്കുകയും കരുണയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അത് മാരകപാപമൊന്നുമല്ല. എന്നാൽ സഹോദരങ്ങളെ, ദൈവ കരുണയുടെ സവിശേഷത, അതിന്റെ മഹത്വം എന്താണ്? ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്താണ്? പൗലോസ് അതാ പറയുന്നത്, നിങ്ങൾ ആ കാരുണ്യം ഓർക്കണം. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പറ്റണമെങ്കിൽ ഇങ്ങോട്ട് നോക്കി, കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കണം. കർത്താവിന്റെ ക്രൂശിലാണ് നമുക്ക് ആ കരുണ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവ കരുണയുടെ സവിശേഷത, മഹത്വം എന്ന് പറയുന്നത് ആത്മരക്ഷയാണ്, നിത്യരക്ഷയുടെ അനുഭവമാണ്. കർത്താവ് നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? എന്താണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം? നമുക്കൊരു വീട് കിട്ടിയതാണ്, നമുക്ക് ആരോഗ്യമുള്ള മക്കളെ ലഭിച്ചതാണ്, സുന്ദരന് സുന്ദരിയായി ജീവിത പങ്കാളിയെ ലഭിച്ചതാണ്, നല്ല പേരൻസിനെ കിട്ടിയതാണ്, അത്യാവശ്യം ജീവിക്കുവാൻ നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്, നല്ലൊരു പ്രൊഫഷൻ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവം തന്നു. ഈ ലോകത്തിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഉണ്ടെങ്കിലും എനിക്ക് കഴിഞ്ഞു പോകാൻ എല്ലാ വകകളും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് ദൈവത്തിന്റെ കരുണ. ഇത് ദൈവത്തിന്റെ കരുണ തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. കരുണയുടെ ചില പ്രതിഫലനങ്ങൾ മാത്രം. ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ശ്രദ്ധിച്ച്, കർത്താവിന്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കണം. ആ ക്രൂശിലാണ് അവിടുത്തെ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. കർത്താവിന്റെ ക്രൂശിലാണ് ദൈവം തന്റെ അനന്തമായ കരുണ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. പൗലോസ് ഈ സത്യം പറയുന്നത്, നിങ്ങൾ ഈ കാരുണ്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ കരുണ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കണം, കർത്താവിനെ കരം പിടിച്ച് മുന്നോട്ട് പോകണം, കർത്താവിന്റെ ആത്മാവിലായിരിക്കണം. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിനുള്ള ആ പ്രത്യുത്തരം എന്താ സഹോദരങ്ങളെ? പ്രത്യുത്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം
കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവ കരുണയെ കുറിച്ചുള്ള ആ വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമായ പിന്നെ ലൗകികരായി ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. ജഡികരായി ജീവിക്കാൻ നമുക്ക് കഴിയുകയില്ല. കാലുവെന്ത നായെ പോലെ ഈ ലോകത്തിന്റെ സുഖലോലുപത അനുഭവിക്കുവാൻ, ഈ ലോകത്തിന്റെ നശ്വരമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി, ഈ ലോകം നീട്ടിത്തരുന്ന നൈമിഷികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ കാരുണ്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമായ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതങ്ങളായി മാറും. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ആത്മാവായി നമ്മളെല്ലാം രൂപാന്തരം. ദൈവവചനത്തിലുള്ള ജീവിതമാകും, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാകും, കൃപയിലുള്ള ജീവിതം, ദൈവകരുണയെ വെളിപ്പെടുത്തുന്ന ജീവിതം. ഇതൊക്കെയാണ് ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് പ്രത്യുത്തരമായി നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുറെ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് മാത്രമായോ? അത് വളരെ നല്ല കാര്യം, അത് ചെയ്യണം. ഞാൻ കരുണക്കൊന്ത ചൊല്ലുന്നു, എൻ്റെ ജീവിതത്തിലെ പാപം ഉപേക്ഷിക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ തിന്മകൾ ഉപേക്ഷിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകുന്നില്ല, കർത്താവിന്റെ വചനം അനുസരിക്കുവാനും ദൈവവചനത്തിൽ ജീവിക്കുവാനുമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വരുന്നില്ല. ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി, കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ ദൈവകരുണയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, സുഖമായി സുന്ദരമായി ജീവിക്കാൻ വേണ്ടി ഞാൻ ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന ഒരു വ്യക്തിയാണോ? പൗലോസ്ലീഹർ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും നിർഭാഗ്യരായ, ഭാഗ്യം കെട്ട ജീവിതങ്ങളാണെന്ന്. എത്ര കഠോരമായ വചനമാണ് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവ കരുണയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ലക്ഷ്യം ആത്മരക്ഷയാണ്, നമ്മുടെ വീണ്ടെടുപ്പാണ്, നമ്മുടെ നിത്യജീവനാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് റോമാക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനം, 5-8. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം, നമ്മോടുള്ള ശാശ്വതമായ കാരുണ്യം, അനന്തമായ കാരുണ്യം തന്റെ കുരിശിൽ അവിടുന്ന് പ്രകടമാക്കിയിരിക്കുന്നു. ഓ ജീസസ്, എത്ര ശക്തമായ വചനമാണിത്! നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാനൊരു ദിവസം 25 കരുണക്കൊന്ത ചൊല്ലുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പിറുപിറുക്കുകയും പരാതി പറയും, ചീത്ത പറയുന്ന, തെറി പറയുന്ന, മോശം വാക്കുകൾ പറയുന്ന സ്വഭാവം മാറ്റുന്നില്ല. എൻ്റെ നാവ് പലപ്പോഴും അത് കള്ളത്തരത്തിനും, നുണ പറയാനും, ചീത്ത വിളിക്കാനും, കുറ്റം പറയാനും, മുറിപ്പെടുത്താനും എൻ്റെ നാവിന് ഞാൻ പിശാചിന് വിട്ടുകൊടുക്കുമ്പോൾ 25 അല്ല 250 കരുണക്കൊന്ത ചൊല്ലിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം സഹോദരങ്ങളെ? ദൈവത്തിന്റെ കരുണ നമ്മുടെ ഹൃദയത്തിൽ, ആ കാരുണ്യം നമ്മളിലേക്ക് ഒഴുകപ്പെടുമ്പോൾ, ആ കരുണ നമ്മളിൽ പ്രകാശിതമാകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ്. അതാ പൗലോസ് പറയുന്നത്, ആ കാരുണ്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? നിങ്ങളുടെ ജീവിതം കർത്താവിനോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതമാകുവാൻ, നിങ്ങളുടെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമായി തീരുവാൻ, കർത്താവിനെ കരം പിടിച്ച് നിങ്ങൾ ജീവിക്കുവാൻ, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ജീവിതങ്ങളായി മാറ്റപ്പെടുവാൻ ദൈവത്തിന്റെ കരുണയെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ശക്തമായ! ഞാനിത് അത്ഭുതപ്പെട്ടു പോയി സഹോദരങ്ങളെ. ദൈവ കരുണയുടെ പർപ്പസ് നമ്മൾ അതിന്റെ മഹത്വം മനസ്സിലാക്കണം. വീണ്ടും ദൈവത്തിന് തിരുവെടുത്ത് പറയുന്നുണ്ട്, ഈ കരുണയുടെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ? ദൈവത്തിന്റെ കരുണാർദ്രമായ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ? യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ വചനം പറയുന്നു, എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനും പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം
ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആരും നശിച്ചു പോകാത്ത, ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത കർത്താവിന്റെ കരുണാർദ്രമായ സ്നേഹം. ഓ ജീസസ്, എത്ര കഠിന പാപി പോലും നശിച്ചു പോകാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് കർത്താവിന്റെ കാരുണ്യം, കർത്താവിന്റെ കരുണാർദ്രമായ ഹൃദയത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് മരിയ ഫൗസ്റ്റീനമ്മയോട് ഈശോ പറഞ്ഞത്, എന്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് ഒരു ആത്മാവിനെ സമർപ്പിച്ചാൽ ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. കർത്താവിന്റെ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവും, അത് കുടുംബമാകട്ടെ, തലമുറയാകട്ടെ, ദേശമാകട്ടെ, രാജ്യമാകട്ടെ, സഭയാകട്ടെ, എന്ത് തന്നെയാവട്ടെ, അത് നശിച്ചു പോവുകയില്ല സഹോദരങ്ങളെ. ഇത് കർത്താവിന്റെ വാഗ്ദാന. അതുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിന്റെ കരുണയിലേക്ക്, ആ കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കണം, ജീവിതങ്ങളെ സമർപ്പിക്കണം, നമ്മുടെ മക്കള്, തലമുറകളെ സമർപ്പിക്കണം. നശിച്ചു പോവുകയില്ല. പിശാചിന് അവരെ തകർക്കാൻ പറ്റുകയില്ല. ഒരു തിന്മയ്ക്കും ഒരു ദുഷിപ്പിനും നമ്മളെ ഇല്ലാതാക്കാനോ നമ്മളെ ദുഷിപ്പിച്ച് നമുക്ക് ആത്മനാശം വരുത്തുവാനോ കഴിയുകയില്ല എന്ന് കർത്താവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് 3 പ്രാവശ്യം ആമേൻ പറഞ്ഞേ. എത്ര വലിയ കാരുണ്യമാണ് അവിടെ നമ്മോട് കാണിച്ചത്. സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കണം. വീണ്ടും പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാം വചനം, 1 Timothy chapter 2 verse 4, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ കരുണയുടെ പ്രത്യേകത. എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകരുത്, ആർക്കും ആത്മനാശം സംഭവിക്കരുത്, ആരും നരകത്തിൽ നിബന്ധിക്കരുത്. സകല ആത്മാക്കളും കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിലായിരിക്കുക, കർത്താവിനോടുകൂടെ നിത്യതയിലായിരിക്കുക. നമ്മുടെ നിത്യത കർത്താവിനോടൊപ്പമായിരിക്കുക. എത്ര അനുഗ്രഹദായകമായ ഒരു അനുഭവ സഹോദരങ്ങളെ. ഇതിനാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. കർത്താവിന്റെ കരുണയുടെ മഹത്വം അതാണ്. ആരും നശിച്ചു പോകാൻ, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് കർത്താവിന്റെ കരുണാർദ്രമായ ഹൃദയം ആഗ്രഹിക്കുക. കർത്താവിന്റെ ഹൃദയം തുടിക്കുകയെന്ന്, ആ ഹൃദയം ഇന്ന് തുടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി, നമുക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ കർത്താവ് വേദനയോടെ ഇന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പത്രോസ്ലീഹ ഇതേ സത്യസമയം പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനം, 3:9 എന്താ പറയുന്നത്? കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ, ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവ് നമ്മോട് കാരുണ്യം കാണിക്കുക. പലപ്പോഴും ദൈവത്തിന്റെ കരുണയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പലരും ചിന്തിക്കുന്നത്, ഞാൻ ഈ തിന്മകളൊക്കെ ചെയ്തിട്ട്, ഞാൻ ഇപ്രകാരം പാപങ്ങളിൽ ജീവിച്ചിട്ടു, എൻ്റെ ജീവിതത്തിൽ കാര്യമായ തകർച്ചകളൊന്നുമില്ല, എൻ്റെ ബിസിനസ്സിൽ തകർച്ചയില്ല, എൻ്റെ ജോലിയിൽ പ്രശ്നങ്ങളില്ല, എൻ്റെ കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്, എൻ്റെ വരുമാന മാർഗങ്ങളിൽ മുടക്കം വരുന്നില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് തകർച്ചയും നാശമൊന്നും വരാത്തത്? സഹോദരങ്ങളെ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഹൃദയത്തെ പിശാച് കഠിനമാക്കും. നമ്മൾ നിത്യരക്ഷ പ്രാപിക്കാൻ, നമുക്ക് ആത്മനാശം സംഭവിക്കാതിരിക്കാൻ, നമ്മൾ അനുതപിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്ന് നമ്മോട് ദീർഘമായ കാരുണ്യം കാണിക്കുക. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല പ്രിയപ്പെട്ടവര്. വീണ്ടും വീണ്ടും പാപത്തിൽ ജീവിക്കുവാനുള്ള
ലൈസൻസ് അല്ല അതിലൂടെ കർത്താവ് തരുന്നത്. വചനം തരുന്നത്, വചനമാണിത്. വചനം തരുന്നത് വീണ്ടും വീണ്ടും പാപം ചെയ്ത് കർത്താവിനെ സങ്കടപ്പെടുത്തുവാനുള്ള ലൈസൻസ് അല്ല, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള അവകാശം. നമ്മുടെ കർത്താവിനോട് ഐക്യപ്പെട്ട് അവന്റെ ചങ്കിലെ തുടിപ്പ് നമ്മുടെ ചങ്കിനോട് ചേർത്ത് വെച്ച് ജീവിക്കുവാനുള്ള അഭിഷേകമാണ് ദൈവത്തിന്റെ കരുണ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എനിക്കും നിനക്കും പ്രദാനം ചെയ്യും. മനസ്സിലാക്കുന്നവർ ഇരുകരങ്ങൾ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ദൈവ കരുണയെ കുറിച്ചുള്ള വെളിപാടുകൾ ഞങ്ങളിൽ പ്രകാശിതമാകട്ടെ. ദൈവ കരുണയുടെ മർമ്മങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ നയിക്കണമേ. ദൈവ കരുണയുടെ മഹത്വവും അതിന്റെ സവിശേഷത നമ്മൾ കാണണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം, ദൈവ കരുണയുടെ ലക്ഷ്യം എന്താണ്? എന്താണ് ദൈവ കരുണയുടെ ലക്ഷ്യം? സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം നമ്മൾ നന്നായി പഠിച്ച് ധ്യാനിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് തെറ്റുപറ്റുന്നത്. കർത്താവിന്റെ പരിശുദ്ധമായ വചനം എന്ത് പഠിപ്പിക്കുന്നു, നമ്മോട് എന്ത് പറയുന്നു, നമുക്ക് അനേകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നമുക്കത് അറിയാൻ കഴിയും. നമ്മൾ അജ്ഞരാണ് ആ കാര്യത്തിൽ. നമ്മുടെ കാര്യത്തിൽ അറിവില്ലാത്തവരായി മാറുന്നു. പരിശുദ്ധാത്മ പറയാണ്, ദൈവവചനത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവ കരുണയുടെ ലക്ഷ്യം എന്താണ്? കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കും കിട്ടുന്ന വ്യക്തിപരമായ വെളിപാടുകളുടെ പുറകെ നമ്മൾ പോണ്ടേ? പലപ്പോഴും ഇന്ന് ചില പേഴ്സണൽ റെവലേഷൻസ് ദൈവവചനത്തിനും തിരുസഭയുടെ സത്യവിശ്വാസത്തിനും സത്യപ്രബോധനത്തിനും എതിരില്ലാത്ത വെളിപാടുകൾ നമുക്ക് സ്വീകരിക്കാം. കാരണം അതൊരു വചനത്തിൽ അടിസ്ഥാനമുള്ളതാണ്. സത്യവിശ്വാസത്തോട് ചേർന്ന് പോകുന്ന ചില റെവലേഷൻസ് ഉണ്ട്, പേഴ്സണൽ റെവലേഷൻസ്, അത് നമുക്ക് സ്വീകരിക്കാം. എന്നാൽ കാണുന്ന കേൾക്കുന്ന എല്ലാ വെളിപാടുകളെ പുറകെ നമ്മൾ ഓടരുത് സഹോദരങ്ങളെ. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണ്, ഒരാളൊരു കാര്യം പഠിപ്പിക്കുന്നു, ഉടനെ കുറെ പേര് അതിന് പുറകെ ഓടുന്നു. മറ്റൊരാൾ വേറൊന്ന് പഠിപ്പിക്കുന്നു, അതിന് പുറകെ ഓടുന്നു. നമ്മളിത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഇന്ന് ഒരുപാട് വ്യാജ പ്രബോധനങ്ങൾ, ഒരുപാട് ഇന്ന് സഭയിൽ പോലും ഇതുള്ള ഒരുപാട് പഠനങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ദൈവ കരുണയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ദൈവജനത്തെ അകറ്റിക്കളയുന്ന പ്രബോധനങ്ങൾ ഇന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കർത്താവിന്റെ കരുണയെ തെറ്റിദ്ധരിക്കരുതേ. ദൈവ കരുണയുടെ ലക്ഷ്യം എന്താണ്? ഈ ലോകത്തിൽ എങ്ങനെ സ്വർഗം തീർക്കാം, അതാണോ ദൈവകരുണ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ല സഹോദരങ്ങളെ. ഈ ലോകത്തിൽ എങ്ങനെ സഹനങ്ങളില്ലാതെ സുഖമായി ജീവിക്കാം, ഇതാണോ ദൈവകരുണ നമ്മളെ പഠിപ്പിക്കുന്നത്? അല്ല സഹോദരങ്ങളെ. കർത്താവിന്റെ സത്യവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവ കരുണയുടെ ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? വെറും ഭൗതികമായ നന്മകളും ശാരീരികമായ ചില സൗഖ്യങ്ങളും നമുക്ക് നടന്നു കിട്ടേണ്ടതായ ചില ആവശ്യങ്ങളും അതിനു വേണ്ടിയാണോ ദൈവം തന്റെ കാരുണ്യം വെളിപ്പെടുത്തുന്നത്? അവിടെ ദൈവം കരുണ കാണിക്കും. ദൈവം കരുണാമയനാണ്. യഹോവ ജയറയാണ്. നമ്മളെ കരുതുന്ന ദൈവമാണ് ഈശോ. നമ്മളെ കരുതുന്ന കർത്താവ്, നമുക്ക് വേണ്ടത് പ്രദാനം ചെയ്യുന്നവൻ, നമ്മുടെ വിശ്വസ്തനായ ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് തരുന്നവൻ. ഒരു സംശയം നമുക്ക് ആർക്കും വേണ്ട. എന്നാൽ കർത്താവിന്റെ കരുണയെ അവിടം കൊണ്ട് മാത്രം നമ്മൾ നിർത്തിക്കളയരുത്. ശ്രദ്ധിച്ചേ, ശ്രദ്ധാപൂർവം കേട്ടെ. അവിടം കൊണ്ട് മാത്രം നമ്മൾ അവസാനിപ്പിക്കരുത്. ദൈവ കരുണയുടെ യഥാർത്ഥ ലക്ഷ്യം പൗലോസ്ലീഹ തിരുസഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച്.
അതേ, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? ദൈവത്തിന്റെ കരുണയെ നിസ്സാരവൽക്കരിക്കരുത്. കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. വെറും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം നമ്മൾ അതിനെ തരം താഴ്ത്തിക്കളയരുത്, അധവദിപ്പിക്കരുത്. പൗലോസ് പറയാ, നിസ്സാരമായി ദൈവത്തിന്റെ കാരുണ്യത്തെ നീ കാണുകയാണോ? നീ അതിനെ നിസ്സാരവൽക്കരിക്കുകയാണോ? ഭൗതികമായ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി നീ ദൈവത്തിന്റെ കരുണയെ അധവദിപ്പിക്കുകയാണോ? അത് ഘോരമായ തെറ്റ സഹോദരങ്ങളെ. പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. അടുത്ത വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ചെന്താ പറയുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എന്നെയും നിന്നെയും അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക്, ആത്മരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കുകയാണ് ദൈവ കരുണയുടെ ലക്ഷ്യം. ഇതാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. ഇത് മാത്രമാണ് സഹോദരങ്ങൾ. ഈ സത്യം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു കൃപയിലേക്ക് വരാതെ ദൈവത്തിന്റെ കരുണയെ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ നമുക്ക് സംശയം വേണ്ട, പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മുടെ പ്രാർത്ഥന അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ കണ്ടുമുട്ടാത്തവരുണ്ട്. നമ്മുടെ മക്കളാകാം, ജീവിത പങ്കാളിയാകാം, അപ്പനാകാം, അമ്മയാകാം, സഹോദരൻ സഹോദരി, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം. നശിക്കുന്ന എത്രയോ ആത്മാക്കളുണ്ട്, നിത്യനാശത്തിലേക്ക് പോകുന്ന അസംഖ്യം ആത്മാക്കള്. ഇവരെ പ്രതി ഒരു ആത്മവേദന, ആത്മനൊമ്പരം നമുക്കുണ്ടാകണം. ഈശോ പറഞ്ഞു, എന്റെ കരുണയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരിക, എന്റെ കരുണയിലേക്ക് നീ അവരെ കൊണ്ടുവരിക, എന്റെ കരുണാർദ്ര ഹൃദയത്തിൽ നീ അവരെ സമർപ്പിക്കുക. അവർ നശിച്ചു പോവുകയില്ല, അവർ നഷ്ടപ്പെട്ടു പോവുകയില്ല, അവർക്ക് ആത്മനാശം സംഭവിക്കുകയില്ല. സഹോദരങ്ങളെ, ഇതിനു വേണ്ടി കണ്ണുനീരോടെ കരങ്ങൾ വിരിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ 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 കരുണൊഴുകട്ടെ, 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 കരുണൊഴുകട്ടെ. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യം. ദൈവകരുണയുടെ ലക്ഷ്യം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക. റിപ്പന്റൻസ്. അപ്പൊ എനിക്ക് ഒരു അനുതാപം ഇല്ലാതെ ഞാൻ കുറെ ഈ കരുണയുടെ ജപമാല ചൊല്ലിക്കൂട്ടിയത് കൊണ്ടും പ്രയോജനമുണ്ടോ? ദൈവം കരുണ കാണിക്കും. ദൈവം കരുണാവാനായതുകൊണ്ട് കൃപയും അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടും. പക്ഷെ കർത്താവ് നോക്കുന്നത് നമ്മുടെ അനുതാപത്തിലേക്കാണ്. നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന കരുണക്കൊന്തയിലേക്കല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ അനുതാപമുണ്ടോ? നിന്റെ ജീവിതത്തിന് അടിസ്ഥാന മാനസാന്തരമുണ്ടോ? നീ കർത്താവിനോട് ചേർന്നാണോ ജീവിക്കുന്നത്? കർത്താവിന്റെ വചനം അനുസരിച്ചാണോ ജീവിക്കുന്നത്? നീ കർത്താവിനോട് ഐക്യപ്പെട്ടാണോ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എൻ്റെ ചീത്ത വാക്കുകള്, അതുപോലെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, കുറ്റം പറയുന്ന വാക്കുകള്, ശാപവാക്കുകള്, അതുപോലെ നുണ പറയുന്ന സ്വഭാവങ്ങള്, എന്നിലുള്ള അശുദ്ധികള്, തിന്മകള്, എൻ്റെ പാപമ്ലേച്ഛതകള്, ഇതൊന്നും ഉപേക്ഷിക്കാതെ, ഇതിനോടൊന്നും അനുദപിക്കാതെ സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ഇങ്ങനെ കുറെ ചൊല്ലിക്കൂട്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനിത് പറയുന്നത് ഈ അടുത്ത കുറച്ച് നാളുകളിൽ ഒത്തിരി മക്കള് വേദനയോടുകൂടി ഒന്ന് പറഞ്ഞു, ഞങ്ങൾ കുറേയൊക്കെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, എന്തിനാ ഈ പ്രാർത്ഥന? ഞങ്ങൾ വിശ്വാസം പോയി. അവരുമായി സംസാരിച്ചു വന്നപ്പോൾ അവരുടെ അനേകരുടെ ജീവിതത്തിൽ അടിസ്ഥാന മാനസാന്തരം ഉണ്ടായിട്ടില്ല. കാര്യസാധ്യതയ്ക്ക് വേണ്ടി അവരെ കുറെ പ്രാർത്ഥിച്ചു എന്ന് മാത്രം. പക്ഷെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചിട്ടില്ല. അവര് കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല. കർത്താവിന്റെ വചനം അനുഭവിക്കുവാനോ വചനത്തിൽ ജീവിക്കുവാനോ അവർ തയ്യാറായിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല. അവർക്ക് നല്ല ജോലി കിട്ടണം, വിദേശത്ത് പോകണം. കുറച്ച് ചെറുപ്പക്കാരായിരുന്നു. അതിനുവേണ്ടി അവർ കുറച്ച് നാള് കരുണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അവർ ഇവിടുത്തെ കാര്യമായ പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥന അവസാനിപ്പിച്ചു. ഇപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ കരുണ നിലച്ചു പോകുന്നില്ല.
എല്ലാവരോടും ദൈവം കരുണ കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം നിന്നെ ആത്മരക്ഷയിലേക്ക്, മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചു നോക്കി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ ഉണ്ടാകും. കർത്താവ് അസാധാരണ വിധത്തിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മ ഇടപെടലുണ്ടാകും. ദൈവജനത്തിന് ശക്തി കടന്നു വരും. ജീവിതത്തിന് കെട്ടുപൊട്ടും, ബന്ധന വഴിയും അത്ഭുതകരമായ വഴികൾ തുറക്കപ്പെടും. നീ വിശ്വസിച്ചോ? വിശ്വസിച്ച് ഈ പറയുന്ന വചനങ്ങൾ നീ ഏറ്റെടുത്തോ? അതുപോലെ സംഭവിക്കും. In the name of Jesus. ആമേൻ ആമേൻ. സ്തുതിക്കുന്നു കർത്താവ്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം ഉണ്ടാവണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ലൂക്ക 13:5, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന് അനുതാപം ഉണ്ടാവണം. കർത്താവിന്റെ കരുണ നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കും. കർത്താവിനെ വേദനിപ്പിച്ചു, കർത്താവിനെ ദുഃഖിപ്പിച്ചു, ദൈവജനത്തോട് അനുസരണക്കേട് കാണിച്ചു, ഞാൻ പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തി, ഞാൻ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി, നരകത്തിന് ഞാൻ അർഹനായി തീർന്നു. അതിൽ ഖേദം ഉണ്ടാവണം, ദുഃഖം ഉണ്ടാവണം, രക്ഷാകരമായ ദുഃഖമുണ്ടാകണം. അതാണ് അനുതാപം, അതാണ് മാനസാന്തരം. ഇതിലേക്ക് നമ്മളെ നയിക്കുകയാണ് ദൈവകരുണയുടെ ലക്ഷ്യം. ഇനി നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കരുണ നമ്മൾ അനുഭവിക്കുമ്പോൾ, കർത്താവിൻ്റെ കരുണാർദ്രമായ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കപ്പെടുമ്പോൾ, കർത്താവിൻ്റെ കരുണയുടെ സ്പാർക്ക് നമ്മുടെ ജീവിതത്തിൽ കത്തുമ്പോൾ, പിന്നെ നമ്മുടെ ജീവിതങ്ങൾ അടിമുടി മാറി. അവിടെയാണ് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നത്, അവിടെ ന്യൂ ക്രിയേഷൻ അനുഭവം ഉണ്ടാവുന്നത്. ഇത് നമുക്ക് സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവകരുണ കൊണ്ട് പിന്നെ എന്താ പ്രയോജനം? കർത്താവ് കരുണ കാണിക്കുന്നത് ഈ ന്യൂ ക്രിയേഷൻ അനുഭവത്തിന് വേണ്ടിയാ. ഒരു പുതിയ സൃഷ്ടിയായി നമ്മൾ മാറണം. പഴയതെല്ലാം കടന്നുപോയി, ഇനി പഴയ പാപ സ്വഭാവത്തിലേക്കില്ല. ഇപ്പോഴും പഴയ പാപ സ്വഭാവം നിന്നിലുണ്ടോ? ജഡീകതകള്, തിന്മകള്, അശുദ്ധികള്, കള്ളത്തരങ്ങള്, ചതികള്, വഞ്ചനകള്, നുണകള്, കാപഢ്യങ്ങള്, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, ചീത്ത പറയുന്ന നാവ്. സഹോദരങ്ങളെ, ഇതൊന്നും മാറ്റുവാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വലിയ തകർച്ചയിലാണ്. നമ്മുടെ ആത്മാവ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ വചനം നമ്മൾ അറിയിക്കുന്നു. അതുകൊണ്ട് ഈ കരുണയുടെ ഈ തിരുനാൾ ദിനം നമ്മൾ ശ്രദ്ധിച്ച്, എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവിന്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുമ്പോൾ, ദൈവകരുണ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലായി ഞാനും നീ മാറ്റപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതങ്ങൾക്ക് അടിസ്ഥാന മാനസാന്തരം ഉണ്ടാകുന്നു. നമ്മുടെ ജീവിതങ്ങൾ നാം കർത്താവിനായി സമർപ്പിക്കുന്നു. ഈ കർത്താവ് എന്നോട് കാണിച്ച കരുണയുടെ പ്രത്യുത്തരമാണ് പിന്നെ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിനുള്ളതാണ്, അവൻ്റെ മഹത്വത്തിനുള്ളതാണ്, അവനോട് ചേർന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ്. എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൽ എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചാലും, വേദന വന്നാലും, ഒറ്റപ്പെടുത്തലുകള്, അപമാനങ്ങള്, അവഗണനകള്, എന്നെ മുറിപ്പെടുത്തുന്ന വാക്കുകള്, എനിക്ക് ദോഷകരമായിട്ടുള്ള ഒരുപാട് ചെയ്തികൾ എന്തൊക്കെ സംഭവിച്ചാലും, പൗലോസ് പറഞ്ഞതുപോലെ ആർക്കും എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ പറ്റുകയില്ല. കാരണം ഞാൻ ആ സ്നേഹത്തിൽ ഒന്നായിരിക്കും. ദൈവകരുണ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ലൈഫ് ഇതാണ്, ജീവിതം ഇതാണ് സഹോദരൻ. കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. ആ ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും അത് പിറുപിറുത്തും പരാതി പറഞ്ഞാൽ കൃപയായി സ്വീകരിക്കും. നമ്മൾ നേരത്തെ പാടി പ്രാർത്ഥിച്ചില്ലേ? കൃപയാലേ അനുദിനവും, കൃപയാലേ അനുദിനവും, അനുദിനവും. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം! നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കുക. പൗലോസ്
സഭയോട് പറഞ്ഞത്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വചനം, 5:10. നിങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ച്. ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് നാം അവനോടൊന്നിച്ച്, കർത്താവിനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം എന്തിനു വേണ്ടിയാ? ഉറക്കത്തിലും ഉണർവിലും നാം കർത്താവിനോടൊന്നിച്ച് ജീവിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനാണ് നമുക്ക് വേണ്ടി ക്രിസ്തു കുരിശിൽ മരിച്ചത്. അങ്ങനെ ആ കരുണ വെളിപ്പെടുത്തി. ദൈവകരുണ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു ജീവിതത്തിലേക്ക് വരും. ഈ ഒരു ജീവിതത്തിലേക്ക് വരും. നമുക്കിപ്പോഴും ഈ ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവകരുണ എന്താന്ന് മനസ്സിലായിട്ടില്ല. ദൈവകരുണ അനുഭവിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ദൈവകരുണയുടെ ആ സാന്നിധ്യം, ദൈവകരുണയുടെ ശക്തമായ ആ ഒരു എൻകൗണ്ടർ നമുക്ക് ലഭ്യമായിട്ടില്ല സഹോദരൻ. കർത്താവിനോടൊന്നിച്ച് ജീവിക്കുവാൻ എപ്പോഴെല്ലാം ഉറക്കത്തിലും ഉണർവിലും എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? അതിനർത്ഥം എന്താ? ഓൾവേസ്, എപ്പോഴും. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഉണർന്നുകൊണ്ടിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോൾ 24 മണിക്കൂറും കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതം, കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതം, കർത്താവിന്റെ കൂടെയുള്ളൊരു ജീവിതം. ഇല്ല, ഒരു സെക്കൻഡ് എഴുന്നേറ്റ് തന്നെ നമ്മള് കരങ്ങളടിച്ച് ആ യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, ആ വരികൾ പാടി ഈശോയെ മഹത്വപ്പെടുത്തുക. ദൈവകരുണ അനുഭവിക്കുന്നവരാണ് നമ്മൾ. കരുണയുടെ തിരുനാൾ എടുത്തു. ദൈവകരുണയുടെ തിരുനാളാണ് നാളെ ഏപ്രിൽ 27, പുതു ഞായർ. സഹോദരങ്ങളെ, കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കും, കർത്താവിന്റെ കരുണ അനുഭവിച്ച ഒരു ജീവിതം കർത്താവിനോട് ചേർന്ന്, പിന്നെ ആ ആത്മാവ് കർത്താവിനുള്ളതാണ്, കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് കരഘോഷ കരങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ് ദൈവ കാരുണ്യത്തെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട്, കർത്താവിന്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ്, ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. ഇന്നു തീരും എന്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്ന് തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ എനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം, അന്ന് തന്റെ ശുദ്ധരൊത്തു പാടിയാർക്കുമേ എനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവിനായി ജീവിക്കുന്നതെത്ര
എത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നത് 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 എത്ര ഭാഗ്യമേ. കരുണാർദ്രമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കും. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കും. ലോകം മുഴുവനെയും ഒപ്പം തിരുസഭയ്ക്ക് കർത്താവേ ഈ കാലത്തിന് പ്രത്യേകതകൾ മനസ്സിലാക്കി ദൈവിക ജ്ഞാനത്തോടെ സഭയെ നയിക്കുന്ന ഒരു മാർപ്പാപ്പയെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് അങ്ങ് നിയോഗിച്ചു തരുന്ന മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിനുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള, ഐക്യപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. പൗലോസ് വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. റോമക്കാർക്ക് ലേഖനം 14-ാം അധ്യായം 8-ാമത്തെ വചനം. റോമൻസ് 14:8 നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി വായിച്ചേ, ഉണർവോടെ വായിച്ചു, ഒരിക്കൽ കൂടെ വായിച്ചേ. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. നാം ജീവിച്ചാലും മരിച്ചാലും, എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. അതല്ലേ ഭാഗ്യപ്പെട്ട ജീവിതം. ഭാഗ്യപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് എന്താ സഹോദരങ്ങളെ? ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവൻ, കർത്താവിനുള്ളവൾ, അവരാണ് ഭാഗ്യപ്പെട്ടവരെ. ഭാഗ്യപ്പെട്ട ജീവിതങ്ങൾ അതാ. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല സഹോദരങ്ങളെ. മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. വീണ്ടും റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനം, റോമൻസ് 8:1 ആ ഒരു വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആരെല്ലാം കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവോ അവർക്ക് ശിക്ഷാവിധിയില്ല. അവർക്ക് രണ്ടാമതൊരു മരണമില്ല. അവർ നിത്യ മരണത്തിന് അടിമപ്പെടുകയില്ല. നിത്യമായ മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. അവർ നിത്യജീവനുള്ളവരാണ്. അവർ കർത്താവിനോടുകൂടെ നിത്യമഹത്വത്തിലാണ്. കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ കർത്താവിനോടുകൂടെയാണ്. അവർക്ക് നിത്യമരണമില്ല, ശിക്ഷാവിധിയില്ല, രണ്ടാമത്തെ മരണത്തിന് അവർ അർഹരല്ല. എത്ര ശ്രേഷ്ഠമായ അനുഭവം! അപ്പൊ ദൈവകരുണ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതൽ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കും, കർത്താവിനോട് ചേർന്ന് ജീവിക്കും. ഇതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദൈവകരുണ എന്താ നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആ കരുണ നമുക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുണ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം ചൊരിയപ്പെട്ട ഒരു ആത്മാവ് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവാകും. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാകും. കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ആത്മാവ്, കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു ആത്മാവ്,
കർത്താവിന്റെ മഹത്വത്തിലായിരിക്കുന്ന ഒരാത്മാവ്, കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരാത്മാവ്, കർത്താവിന്റെ വചനത്തിൽ എപ്പോഴും ആനന്ദിക്കുന്ന ഒരാത്മാവ്. ദൈവത്തിന്റെ കാരുണ്യം ഒഴുകപ്പെട്ട ഒരു ജീവിതം ഇതാണ്. ദൈവകാരുണ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫർമേഷൻ ഇതാണ്. നമ്മളിപ്പോൾ കേട്ടതാണ് സഹോദരങ്ങളെ. ഇതിലേക്ക് വരണം. ഈ ദൈവകരുണ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കണം, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനായി സമർപ്പിക്കണം. കർത്താവിനുള്ളവരാണ് നമ്മൾ, ലോകത്തിനുള്ളവരല്ല, പിശാചിനുള്ളവരല്ല, ലൗകികതയ്ക്കും ജഡീകതയ്ക്കും തിന്മയ്ക്കുള്ളവരല്ല. കർത്താവിനുള്ളവർ, കർത്താവിനുള്ളവർ, കർത്താവിനുള്ളവർ. വലുതകരമത്തിന് 3 പ്രാവശ്യം പറഞ്ഞേ, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്, നമ്മൾ കർത്താവിനുള്ളവരാണ്. ലോകത്തിനുള്ളവരല്ല, പിശാചിനുള്ളവരല്ല, മ്ലേച്ഛതയ്ക്കുള്ളവരല്ല. സഹോദരങ്ങളെ, കർത്താവിനുള്ളവരാണ്. ഈ സത്യം മനസ്സിലാക്കണം. മൂന്നാമത്, ദൈവ കരുണയെ തിരസ്കരിച്ചാൽ എന്താണ് സംഭവിക്കുക? ദൈവകരുണയെ തിരസ്കരിക്കുമ്പോൾ അത് വളരെ അപകടമാണ്. വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞു, എന്റെ കരുണയെ ആരെല്ലാം അവഗണിക്കുന്നുവോ അവർക്കെല്ലാം എന്റെ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്റെ കരുണയുടെ കവാടങ്ങളെ ആരെല്ലാം അവഗണിച്ചു കളയുന്നു അവർക്ക് എന്റെ നീതിയുടെ വാതിലിലൂടെ പ്രവേശിക്കേണ്ടി വരും. ദൈവനീതി, ദൈവ കരുണ പോലെ തന്നെ വലിയ യാഥാർത്ഥ്യമാണ് ദൈവനീതി. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ ദൈവനീതി, ദൈവനീതി. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞ ദൈവനീതി. ദൈവനീതി. ഈ ശുശ്രൂഷയുടെ പേര് തന്നെ എന്താണ്? നീതി വെളിപ്പെടും മുൻപേ. കർത്താവിന് നീതി വെളിപ്പെടുന്നതിന് മുൻപുള്ള ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരു ഫൈനൽ അവറിലാണ്. ഇനി ഒത്തിരി നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഈ കരുണ നീണ്ടുപോവുകയില്ല സഹോദരങ്ങളെ. അതിന് അവസാന മണിക്കൂറുകളായി എന്ന് ആനുകാലിക സംഭവങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ മാതാവിലൂടെ നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങളിലൂടെയും കാലത്തിന് വിവിധങ്ങളായ സൂചനകളിലൂടെയും പരിശുദ്ധാത്മാവ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുക. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. സമയം അടുത്തിരിക്കുന്നു, സമയം സമാഗതമായി, സമയം വളരെ പരിമിതമാണ്. ഇങ്ങനെയുള്ള അനേകം വചനങ്ങൾ ആത്മാവ് ഈ നാളുകളിൽ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? ദൈവ കരുണയുടെ അവസാന നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു, അവസാന മണിക്കൂറുകളിലേക്ക്. ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു. അപ്പൊ ദൈവ കരുണയെ നമ്മൾ അവഗണിക്കുമ്പോൾ, റിജക്ട് ചെയ്യുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹെബ്രായ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വചനം, പരിശുദ്ധ വചനം പറയുന്നു, ഹെബ്രായ 2:3, ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ഇത്ര മഹത്തരമായ ദൈവത്തിന്റെ കാരുണ്യം എന്താ? നമുക്ക് നൽകിയ നിത്യരക്ഷയാണ്, നമുക്ക് നൽകപ്പെട്ട നിത്യജീവനാണ്. ഇതിനെ ആരെല്ലാം അവഗണിക്കുന്നുവോ, തിരസ്കരിക്കുന്നുവോ അവർക്ക് എത്ര കഠോരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മൾ തന്നെ ആ ശിക്ഷാവിധി വരുത്തി വയ്ക്കുകയാണ് സഹോദരങ്ങളെ. ദൈവത്തിന്റെ തിരുവെഴുത്ത് പറയുന്നു, റോമർ 2:5, റോമക്കാർക്കുള്ള ലേഖനം 2:5 എന്താ പറയുന്നത്? എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായി വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനങ്ങൾ. സഹോദരങ്ങളെ, ആ ചരിത്രത്തിൽ ഇങ്ങനൊരു ദിനമുണ്ട്, ജഡ്ജ്മെന്റ് ഡേ. ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ദിവസം, ദൈവനീതി വെളിവാക്കപ്പെടുന്ന ദിവസം. ഇത് കെട്ടുകഥയല്ല, ഇതൊരു മിഥ്യാധാരണയല്ല, ഇത് ആരുടെയെങ്കിലും ഭാവന സൃഷ്ടിയല്ല. ഇത് കർത്താവിന്റെ സത്യവചനമാണ്, നിർമ്മലമായ വചനമാണ്.
ദൈവനീതി വെളിപ്പെടുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അത് ഒത്തിരി വിദൂരമല്ല സഹോദരങ്ങളെ. ദൈവകരുണയെ തിരസ്കരിക്കുന്നവർക്ക് ഈ നീതി വിധിയിലൂടെ കടന്നു പോകേണ്ടി വരും. അതത്ര ഈസി അല്ല, അതത്ര എളുപ്പമല്ല എന്നാണ് പരിശുദ്ധ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, സഭാ പ്രബോധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളിത് മനസ്സിലാക്കണം, ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് നീതിയുടെ ദൈവമാണ്, നീതിയുടെ ദൈവമാണ്. റോമർ 2:26 എന്താ വചനം പഠിപ്പിക്കുന്നത്? റോമർ 2:26 വചനങ്ങൾ ശ്രദ്ധിച്ച്, അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നീതി വെളിപ്പെടുത്തുന്നു. അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കുന്നു. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്നു. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്നു. എന്താണ് ദൈവത്തിന്റെ നീതി? ദൈവനീതി എന്താണ്? ദൈവനീതി എന്താണ്? റോമർ 2:5 വന്നേ. ദൈവനീതി എന്താന്ന് കാണാൻ പറ്റും. 2:5 അല്ല, 2:6 റോമർ 2:6. എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. എന്താണ് ദൈവത്തിന് നീതി? അർഹതപ്പെട്ടവർക്ക് അർഹമായത് നൽകുന്നതാണ് ദൈവനീതി. 2:6 ഒരിക്കൽ കൂടെ വചനം അർത്ഥം മനസ്സിലാക്കി ഉച്ചത്തിൽ വായിച്ച്, എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും. അവിടുന്ന് പ്രതിഫലം നൽകും. സഹോദരങ്ങളെ, സത്യം മനസ്സിലാക്കണം. ദൈവം കരുണ കാണിക്കുന്നു പറഞ്ഞ് ദൈവകരുണയെ നമ്മൾ അവഗണിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ആത്മനാശം സംഭവിക്കും. 2, ദൈവനീതിയിലൂടെ നാം എല്ലാവരും കടന്നു പോകേണ്ടി വരും. ദൈവത്തിന് നീതി, നമുക്കറിയാം, സോദോം ഗോമോറ പട്ടണത്തിന് മേൽ ദൈവത്തിന് നീതി വെളിപ്പെട്ടു. ദൈവം ഒരുപാട് കരുണ കാണിച്ചു, മുന്നറിയിപ്പുകൾ കൊടുത്തു. പക്ഷെ ജനം അനുതപിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. ഹൃദയകാഠിന്യ നിമിത്തം കൂടുതൽ പാപവും മ്ലേച്ഛതയും തിന്മകളും അരാജകത്വങ്ങളും പ്രവർത്തിച്ച് അവർ കർത്താവിനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ കർത്താവിന്റെ വചനത്തെ പുച്ഛിച്ച് അവഗണിച്ചു കളഞ്ഞു. അവർ ദൈവത്തോട് മത്സരിച്ച് മറുതലിച്ചു. സഹോദരങ്ങൾ, എന്ത് സംഭവിച്ചു? പത്രോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വചനം 2:6 ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. 2 പീറ്റർ 2:6. സോദോം ഗോമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്നൊരു ഗുണപാഠം നൽകി. അവിടുന്ന് അവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. അവരെ പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ കരുണയെ അവഗണിച്ച് തിരസ്കരിച്ച് ഹൃദയം കഠിനമാക്കി പാപത്തിലും മ്ലേച്ഛതയിലും അരാജകത്തിലും ഞാനും നീയും ജീവിക്കുമ്പോൾ ഈ ദൈവനീതി കാത്തിരിക്കുകയാണ്. ഈ നീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. അതിന് ഉദാഹരണമായി സോദോം ഗോമോറ പട്ടണങ്ങളുടെ മേൽ ന്യായവിധി ഇറങ്ങി വന്നു. ദൈവഭയമില്ലാതെ ദൈവകരുണയെ തിരസ്കരിച്ച് ആരെല്ലാം ജീവിക്കുന്നുവോ അവർക്ക് കർത്താവ് ഒരു ഗുണപാഠം നൽകി. ഞാനും നീയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് കർത്താവ് കൃത്യമായ ഒരു അടയാളവും തെളിവും തെരുമാറ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹൃദയം കഠിനമാകരുത്. കർത്താവിന്റെ കരുണയെ തിരസ്കരിച്ചുകൊണ്ട് ഹൃദയത്തെ കഠിനമാക്കരുത്. സഹോദര, ഹൃദയത്തെ കഠിനമാക്കരുത്. നിന്റെ ഹൃദയം കർത്താവിന്റെ കരുണയാൽ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമായി നമുക്ക് ഈ സത്യം മനസ്സിലാക്കാം. ഇത് തിരിച്ചറിയ സഹോദരങ്ങളെ. ഞാനൊരു വചനം കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായ പുസ്തകം 10:39 അവിടെ 2 കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഹെബ്രായ 10:39 2 കൂട്ടങ്ങളെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് വചനം പറയുന്നത്? അവിടെ പറയാണ്, നമ്മൾ ഏത് കൂട്ടത്തിലാണ്? നിങ്ങൾ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? വിശ്വസിക്കാതെ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? 2 കൂട്ടങ്ങളെ കാണാൻ പറ്റും. ഏതൊക്കെ 2 കൂട്ടങ്ങൾ? ഒന്ന്,
പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടം. ഒന്ന്, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടം, ആത്മനാശം സംഭവിക്കുന്നവരുടെ കൂട്ടം. രണ്ട്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം. ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ പണിഷ്മെന്റ്. രണ്ട് ഗ്രൂപ്പുകൾ, രണ്ട് കൂട്ടങ്ങൾ കാണുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇതിലേതിനാണ് ഉൾപ്പെടുന്നത്? ദൈവകരുണയെ അനുഭവിച്ച് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ഓരോ ദൈവ പൈതലും വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാണ്. കർത്താവിന്റെ കരുണയെ റിജക്ട് ചെയ്ത് തിരസ്കരിച്ചുകൊണ്ട് അനുതാപമില്ലാതെ ഹൃദയം കഠിനമാക്കി പാപത്തിൽ ജീവിക്കുന്ന ഓരോ ആത്മാവും പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുക. അത് ആരാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അതൊരു മിസ്റ്ററിയാണ്. അത് കർത്താവിന് മാത്രമേ അറിയൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ദൈവകരുണയുടെ തിരുനാൾ ദിനത്തിൽ എൻ്റെ സഹോദരങ്ങളെ, ഞാനും നീയും ആ നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു തീരുമാനവും നിശ്ചയദാർഢ്യവും ഒരു സമർപ്പണവും നമുക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഈ 2025 ദൈവകരുണയുടെ തിരുനാൾ അർത്ഥവത്താവും, അത് ഫലദായകമാകും, അത് കൃപയുടെ അനുഭവമായിട്ട് മാറും. നമ്മെ പ്രതി കർത്താവ് സന്തോഷിക്കും, പരിശുദ്ധാത്മാവ് ആനന്ദിക്കും. സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും, ഗ്രേറ്റ് ജോയ്, വലിയ ആനന്ദം ഉണ്ടാകും, വലിയ ആനന്ദം. പരിശുദ്ധ അമ്മയും ഔസേപിതാവും വിശുദ്ധരും മലാഖമാരും പ്രവാചകരും രക്തസാക്ഷികളും സഭാപിതാക്കന്മാരും അപ്പോസ്തലന്മാരെല്ലാം നമ്മെ പ്രതി ആനന്ദിക്കും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം അതിനായി കർത്താവിനെ സമർപ്പിക്കാം. ദൈവകരുണ അനുഭവിച്ചുകൊണ്ട് ഈ കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കി കരുണയുടെ പ്രേക്ഷിതരായി, ദൈവകരുണയുടെ പ്രവാചകരായി നമുക്ക് ഈ ലോകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം, നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിക്കാം. ഈ ഒരു തീരുമാനത്തോടെ തുറന്നുള്ള ദിനങ്ങൾ ജീവിക്കുവാനായി നമുക്കൊരുങ്ങാം. നമ്മുടെ നിയോഗങ്ങളെയും വ്യക്തിപരമായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് ദിനംതോറും അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ദൈവകരുണയുടെ തിരുനാൾ മംഗളങ്ങളും അതിന് നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. കർത്താവിന്റെ മുന്നിൽ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ഈശോ നമ്മുടെ മധ്യേ വരുന്ന സമയം. സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന 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 സ്നേഹമേ, ആരാധന. അങ്ങേ സന്നിധിയിൽ
അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ഹല്ലേലൂയ യേശുവേ ആരാധന യേശുവേ ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആമേൻ ആമേൻ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോ വേദനകൾക്കും നമ്മുടെ ഓരോ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഉത്തരം നൽകാൻ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ കാത് മന്ദീഭവിക്കാത്ത, കരങ്ങൾ കുറുകിപ്പോകാത്ത നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സെസറിയ ഫിലിപ്പിലെത്തിയപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, നീ ഏലിയായാണെന്ന്, ഒരു പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ ഈശോ ചോദിക്കുക നമ്മോട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് വളരെ ധീരതയോടുകൂടി ഏറ്റു പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോയെ, അങ്ങ് ഈ കുർബാനയിലെ ദിവ്യകാരുണ്യത്തിലെ സത്യമായും എഴുന്നള്ളി വന്നിരിക്കുന്നത് രാജാക്കന്മാരുടെ രാജാവായിട്ടാണ്, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പാത്രീഭൂതമായിട്ടാണ്, ഞങ്ങളുടെ എല്ലാ ആരാധനകൾക്കും യോഗ്യനായിട്ടാണ്, ഞങ്ങളുടെ എല്ലാ സ്തുതികൾക്കും യോഗ്യനായിട്ടാണ്. ഈശോയെ, നിന്റെ മധുരതമായ ഹൃദയം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് ഈ ദിവ്യകാരുണ്യത്തിലൂടെയാണ്. കർത്താവേ, ദൈവകാരുണ്യത്തിൻ്റെ ഈ തിരുനാൾ ദിവസം അങ്ങയുടെ ഈ വലിയ സ്നേഹം ഞങ്ങൾ കളവുകളില്ലാതെ, അതിരുകളില്ലാതെ, നിബന്ധനകളില്ലാതെ എല്ലാ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് പൊറുതി നൽകിക്കൊണ്ട് ഞങ്ങളെ പൊതിയുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ വരേണമേ രക്ഷകാ വരേണമേ പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. ഈശോയെ, നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ പ്രകടമാക്കട്ടെ. നീ ഞങ്ങൾക്ക് ആരാണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തട്ടെ. ജനങ്ങളുടെ മുമ്പാകെ ധീരതയോട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തട്ടെ. ജീസസ്, യു ആർ മൈ ലവ്. ജീസസ്, യു ആർ മൈ അഡോറേഷൻ. ജീസസ്, you are my worship. Jesus,
You are my sweetheart. Jesus, you are my light. Jesus, you are my crown of glory. Jesus, you are my strength. Jesus, you are my shelter. Amen. Jesus, you are my everything. Jesus, you are my way. Jesus, you are my truth. Jesus, you are my life. Amen. Jesus, you are the Alpha and Omega. Jesus. Jesus, you are my beginning and end. Jesus, you are very good shepherd for me. Jesus, you are the Lord. Jesus, you are the God. Jesus, you are my resurrection and life. Jesus, with you I need nothing. Jesus, in him I have everything. യേശുവേ, Jesus. ഈശോയേ, തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. Hallelujah. യേശുവേ, യേശുവേ. യേശുവേ. ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഈശോയേ ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ 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 Oh my Jesus, you are my Lord. Come to me, come to me. Oh my Jesus, you are my Lord. Come to me, come to my heart. Oh my Jesus, you are my Lord. you are my Lord. Come to me, come to my heart. Jesus, Jesus, have mercy on us. Jesus, have mercy on us. ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ. കരുണയായിരിക്കണമേ കർത്താവേ. അലിവ് തോന്നണം ഈശോയെ. പാപികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം ഈശോയെ. നീ ഒരു വാക്കരുളി ചെയ്താൽ മതി, ഞങ്ങൾ സുഖം പ്രാപിക്കും ഈശോയെ. നീ ഈശോയെ നിന്നിലൊന്ന് എന്നെ ശക്തിയിലേക്ക് നയിക്കണം ഈശോയെ. ഞാൻ തളർന്നവനാ, ഞാൻ തകർന്നവനാ, മുറിവേറ്റവനാ ഈശോയെ. ഈശോയെ, ഈശോയെ, നീ എന്നിൽ കരുണ നിറയ്ക്കണമേ. കരുണയുടെ വാ സമുദ്രത്തിൽ എന്നെ മുക്കണം ഈശോയെ. അലിവ് തോന്നണം ഈശോയെ. എന്റെ കടുച്ചൊമ്പായ പാപങ്ങളും മഞ്ഞുപോലെ വെളുപ്പിക്കണം ഈശോയെ. യേശുവേ ഹല്ലേലൂയ 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 ആരാധന 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 ഈശോ ഈശോ ഹല്ലേലൂയ കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ കരുണാമയ കനിയേണമേ ദൈവപിതാവേ God our Father, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ. Jesus, I trust in you. 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 ഹല്ലേലൂയ Jesus, I trust in you. ഹല്ലേലൂയ Jesus, I trust in you. ഈശോ Jesus, I trust in you. ഹല്ലേലൂയ Jesus, I trust in you. യേശുവേ ഈശോയെ,
ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. ഒരിക്കൽ കൂടി ഈശോയുടെ വലിയ വലിയ കൃപകൾ നമ്മുടെ മേൽ ചൊരിയുന്ന നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ ദൈവകരുണയുടെ തിരുനാൾ ദിവസം അനേകം പാപികളെ പാപത്തിൽ നിന്നും വിടുവിക്കണം ഈശോയെ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ആത്മാക്കളെ മോചിപ്പിക്കണം ഈശോയെ. പലവിധത്തിലും പാപബന്ധനങ്ങളിലായിരിക്കുന്നവരെ ഈശോയെ നിന്റെ വിശുദ്ധ കുരിശിലെ യോഗ്യതയാൽ മോചിതരായി തരട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവരെ എടുത്തുയർത്തണം ഈശോയെ. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളും നീതി നേടട്ടെ, രക്ഷ പ്രാപിക്കട്ടെ. യേശുവേ, യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം ഈശോയെ. ആരാധന ആരാധന ആരാധന. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദിവസം നാളെയാണ്. ദൈവകരുണയുടെ തിരുനാൾ ദിവസം നാളെയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് നാളേക്ക് വേണ്ടി ഇന്ന് ഒരുങ്ങാം. കർത്താവ് എല്ലാ മനുഷ്യരുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഈ അവസാന നാളുകളിൽ കരുണ വർഷിക്കട്ടെ എന്ന് ഇഷ്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.